ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ലയ്യയുടെ അടുത്ത് മനസ്സിൽ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയതൊക്കെ ശരി തന്നെയാണ്, ആ ഡോക്ടർക്ക് ഇഷിതനെ പരിചയമുണ്ടോയെന്നോ നിങ്ങൾ ചോദിച്ചോ എന്ന് ചോദിക്കുകയാണ് ലയ്യ അടുത്ത്. അപ്പോൾ ലയ്യ പറയണ്ട, അയ്യോ അമ്മേ അത് ചോദിക്കാൻ ഞാൻ മറന്നുപോയി, ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാനും കൂടെ വരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മാധവ് പറയണ്ട, അമ്മക്ക് നാണമില്ലേ, എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങളൊരു കുഞ്ഞിനെ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മ അതിന് ഇടംകോലിടാണ്ട് വരുമല്ലോ. സാധാരണ ഒരു ഡോക്ടർമാരെ ഇവൾക്ക് പിടിക്കാറില്ല, ഈ ഡോക്ടറെ ഇവൾക്ക് ഇഷ്ടമായി, അപ്പോൾ അതേ അമ്മ അടുത്ത ഇടംകോലായിട്ട് വന്നിരിക്കുന്നു. എടാ ഇഷിതൊക്കെ പരിചയമുള്ള ഡോക്ടറാണെന്നുണ്ടെങ്കിലേ ചിലപ്പോൾ ഇവൾക്ക് ഇങ്ങനെ വിശേഷം അങ്ങനെ ആവണമെങ്കിൽ തന്നെ അവളത് ഇല്ലാതാക്കും. അമ്മേ ഇനി അമ്മ ഇതുപോലെ പൊട്ടത്തരവും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് എൻ്റെ പണി നോക്കി പോകും എന്ന് പറയാണ്. നീ എവിടെ പോകുന്ന പറയണത്? ഞാൻ ഇവിടെ എവിടെയെങ്കിലും വേറെ വല്ല വാടകയ്ക്കോ വല്ല ഫ്ലാറ്റോ വീടോ അങ്ങനെ എടുത്തിട്ട് ഞാനും ഇവിടെ കൂടി അങ്ങോട്ടേക്ക് മാറിക്കോളാം, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അവിടെ നിന്ന് ചെയ്യാലോ. ഓഹോ, അപ്പം നീ ഈ വീടിറങ്ങി പോകുമെന്നാണ് പറയണതല്ലേ? അതെ, ഈ വീടിറങ്ങി പോകും. ഈ വീട് ഇതൊരു വീടല്ല, പ്രേതാലയമാണ്, പ്രേതാലയം. ഞങ്ങൾ പോകുമ്പോഴേ ഞങ്ങൾ ഇടത്തിനെയും കൂടി കൂട്ടും. ആരെ? അശ്വിതനെയോ? നിനക്കെന്താ വട്ടാണോടാ? അതെ, ആ പാവം ഇവിടെ ഇരുന്ന് പോകുകയല്ലേ എന്ന് പറയാണ്. എന്തായാലും നിങ്ങൾ ഡോക്ടറെ കാണുന്നല്ലോ കേട്ടോ, നല്ല ഡോക്ടർ ആവട്ടെ, ഞാനിതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. ശേഷം പിറ്റേ ദിവസം നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി ലയയും മാധവും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. ആ സമയത്ത് കാറ് പാർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടേക്ക് എന്തോ ആവശ്യത്തിന് ഇഷിതയും ചിപ്പിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ലയ പെട്ടെന്ന് ഇഷിതേനെ കാണുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുകയാണ്. എടി നീ ഇവിടെയും വന്നു അല്ലേ, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്കൊരു പ്രതീക്ഷ വന്നൊരു ഡോക്ടറായിരുന്നു ഇത്, അപ്പോൾ നിൻ്റെ കൂട്ടുകാരിയാണ് ഈ ഡോക്ടറും അല്ലേ? ലയ നീ എന്തൊക്കെയാണ് പറയണത്? നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായടി, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. എന്തായാലും മാധവ് നമുക്ക് ഈ ഡോക്ടറെ ഇനി കാണണ്ട. ലയ താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇവളുണ്ടല്ലോ, ഇവൾ എൻ്റെ കുഞ്ഞ് ഇനിയും ഇല്ലാതാക്കും, ഇവളെ താടക എന്ന് പറഞ്ഞിട്ട് ഇഷ്ട കഴുത്തിനെ കയറി പിടിക്കാട്ടോ ലയ. ചിപ്പി പറയണ്ട, അയ്യോ ആൻറ്റി വിട ആൻറ്റി, എൻ്റെ അമ്മ പാവമാണ്, വിട ആൻറ്റി. നിൻ്റെ അമ്മയോ? എടി പ്രസവിക്കാത്ത ഇവളെങ്ങനെയാടി നിൻ്റെ അമ്മയാവണതെന്ന് പറയുമ്പോൾ ലയ പറയുന്നുണ്ട്, സോറി ഇഷിത പറയുന്നുണ്ട്, ലയെ സൂക്ഷിച്ച് സംസാരിക്കുക, അതൊരു കുട്ടിയാണ്. കുട്ടി എന്തായാലും നീ രക്ഷപ്പെട്ടു, നിനക്ക് മഹേഷിനെ കള്ളം കഴിച്ചുകൊണ്ട് പ്രസവിക്കാതെ നിനക്കൊരു മോളെ കിട്ടിയല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്ക് മാധവ് പണ്ട് ലയ മതി വാ പോകാം എന്ന് പറഞ്ഞിട്ട് ലയനെ വിളിച്ചുകൊണ്ട് പോവാണ്. മാധവ് ഇഷിത പണ്ട് സോറി ഇഷിത എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, മാധവ് അവൾ ചോദിച്ചിനൊക്കെ മറുപടി പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറയാത്തതിന് കാരണം എന്താണെന്നറിയാമോ? അവളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ്, അവളുടെ ഡിപ്രഷനും അവളുടെ ഒരു മാനസിക നില തെറ്റിയതൊക്കെ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇതിനൊന്നും മറുപടി പറയാത്തത്. പക്ഷേ എപ്പോഴും ഞാൻ ഇങ്ങനെ ആവുമെന്ന് മാധവ് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഇഷിത ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ. ശേഷം ഇഷിത വേഗം 100ലേക്ക് പോകുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയാമണി ഇഷിതയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതേ മോളെ, ചിപ്പി ചെറിയ വാശിയിലൊക്കെ ആണല്ലേ? ആമേ എന്ത് പറയാനാ, അവൾ ഭയങ്കര വാശിയിലാണ്. ഒരു അനിയനെയോ അനിയത്തിയോ വേണമെന്ന് പറഞ്ഞിട്ട് വാശി അവൾ. എന്തായാലും അവളുടെ ആ വാശി നിങ്ങൾക്ക് അംഗീകരിച്ചു കൊടുത്തൂടെ? എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുഞ്ഞിനെ അവൾക്ക് കൊടുത്തൂടെ എന്ന് പറയണം. അമ്മ എന്താ പറഞ്ഞത്? കടയിൽ കളിപ്പാട്ടം വാങ്ങണ പോലെയാണോ അമ്മ ഇത്? അല്ല, നീ വിചാരിച്ച നടക്കോലോ ഇഷ്യൂ, നിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഏകദേശമൊക്കെ സക്സസ് ആയിട്ടുണ്ടല്ലോ അമ്മേ, ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അല്ല അതന്നെയാണ് പറഞ്ഞത്, ആ കുട്ടിയുടെ ആഗ്രഹം നിങ്ങൾക്കൊന്ന് സാധിച്ചു കൊടുത്തൂടെ എന്ന്. ഇഷിതാക്കാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം വരുവാട്ടോ. അപ്പോഴേക്കും സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേച്ചി ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. എന്താ? അതൊക്കെ ചേച്ചി വാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് സുചിത്ര ഇഷിതേന. ശേഷം പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലാണ്, ചേച്ചിയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഏകദേശം പോസിറ്റീവ് രീതിയിൽ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇളയച്ചനും ഇളയമ്മയൊക്കെ ഭയങ്കര പ്രതീക്ഷയിലാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെ എഗ്രിമെൻറ്റ് നിങ്ങൾക്കും ഇപ്പം എനിക്കും അല്ല അറിയാവുന്നത്, അതുകൊണ്ട് എനിക്കത് കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നുക ചേച്ചി. എന്തിനാ ചേച്ചി ഈ എഗ്രിമെൻറ്റൊക്കെ വെച്ചിരിക്കുന്നത്? നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ, പിന്നെ എന്തിനാ ഈ ഒരു എഗ്രിമെൻറ്റ്? മോളെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. വേണ്ട ചേച്ചി, ഒന്നും പറയണ്ട. നോക്ക്, നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടതാണ്. നിങ്ങൾക്ക് മനസ്സിൽ പരസ്പരം ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്തിത്ര കുഴപ്പം? ഓ ഈഗോ ആയിരിക്കുമല്ലേ സുജി? അത് വേണ്ട ചേച്ചി, ഇനി എന്നോടൊന്നും പറയണ്ട. നോക്ക്, എനിക്ക് നന്നായിട്ട് അറിയാം ചേച്ചിക്ക് മഹേഷ് ചേട്ടനെ ഭയങ്കര ജീവനാണ്, മഹേഷ് ചേട്ടന് തിരിച്ചങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ചേച്ചിനേക്കാളും കൂടുതൽ മഹേഷ് ചേട്ടനായിരിക്കും ചിലപ്പോൾ ചേച്ചീനെ സ്നേഹിക്കുന്നത്, ചേച്ചിയാണ് പിടിവാശി പിടിക്കുന്നത്. എന്തായാലും ഇനി പിടിവാശി വേണ്ടി ചേച്ചി, ഒരു എഗ്രിമെൻറ്റും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട. എത്രയും പെട്ടെന്ന് വീട്ടുകാർ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങളൊന്ന് ചിന്തിക്കുക എന്നൊക്കെ സുചിത്ര പറയാണ്. സുചിത്രയുടെ വായനും കൂടി അങ്ങനെ കേൾക്കുമ്പോൾ ഇഷിത നേരെ 101ലേക്ക് പോവാട്ടോ. റൂമിലിരിക്കുമ്പോൾ ഇഷിതയുടെ അടുത്തേക്ക് നമ്മുടെ മഹേഷ് വരുന്നുണ്ട്. എന്താടോ ആകെ ഒരു മൂഡൗട്ട് പോലെ? നമ്മുടെ കുഞ്ഞിൻ്റെ ചർച്ച 100ലേക്കും പോയി. എന്നെ അമ്മ കുറേ ഉപദേശിച്ചു. എനിക്ക് തോന്നി ഞാൻ തന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മഹേഷ്, തനിക്ക് തോന്നുന്നുണ്ടോ ചിപ്പിക്കൊരു കൂട്ടിനെ വേണ്ടിയിട്ടാണ് തൻ്റെ പാരൻസ് ഇത്രമാത്രം തന്നെ ഫോഴ്സ് ചെയ്യണമെന്ന്? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? എടോ അവർക്ക് ആഗ്രഹം ഉണ്ടോ തൻ്റെ ഒരു കുഞ്ഞിനെ കാണാനായിട്ടുള്ളൊരു ആഗ്രഹം, അതിന് വേണ്ടിയിട്ട് അവർ ഇത്രമാത്രം തന്നെ ഫോഴ്സ് ചെയ്യണത്. താനിനി അത് മനസ്സിലാക്കുക മഹേഷ്. അത് പിന്നെ നമ്മുടെ എഗ്രിമെൻറ്റ്
എനിക്കൊരു എഗ്രിമെൻ്റ് ഇല്ല, താനാണ് ഒരു എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഞാനിതിന് പറഞ്ഞാൽ തനിക്ക് പിടിക്കത്തുമില്ലല്ലോ. എന്തായാലും ഞാനിതിന് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവുകയാണ്. ഇഷിതക്കും ആകെ വിഷമമാട്ടോ. ശരിയാ, എന്തിനാ ഈ എഗ്രിമെൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ജീവിതമല്ലേ ഉള്ളൂ, ആ ജീവിതം പരസ്പരം വാശിയൊന്നുമില്ലാതെ ഭാര്യയും ഭർത്താക്കന്മാരും ജീവിച്ചൂടെ എന്ന് ഇഷിതയും വിചാരിക്കുന്നു കേട്ടോ. അതേസമയം പിറ്റേ ദിവസം നമ്മുടെ ആദീനെ കാണാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഇഷിത ചിപ്പിനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇഷിതയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആദ്യയുടെ അടുത്ത് ഇഷിത ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, ഇന്നലെ ഡാഡിയുടെ അടുത്ത് പിണക്കൊന്നുമില്ലാതെ സംസാരിച്ചു, വളരെ നല്ല കാര്യം, ഡാഡിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറയാണ്. ഇഷിത അമ്മയുടെ അടുത്ത് ഡാഡി എന്തിനും പറഞ്ഞോ? പറഞ്ഞു, അതിനെക്കൂടി ചോദിക്കാനായിട്ടാണ് ഞാൻ വന്നത്. അല്ല മോനെ, നീ പറഞ്ഞു എന്ന് കേട്ടു, രചന മമ്മിയും അതുപോലെ ഡാഡിയും ഒന്നാവണത് കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെന്ന്. അത് പിന്നെ ഇല്ലാതിരിക്കൂ ഇഷിതാമേ. ശരിക്കും പറഞ്ഞാൽ മമ്മിയും ഡാഡിയാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്ന് പറയാണ് ആദ്യം. പറയണ്ട് അവർ നിയമപ്രകാരം പിരിഞ്ഞതല്ല മോനെ, ഇനി അത് നോക്കി ഇഷിതാമ്മ വിചാരിച്ചാൽ നടക്കും. എങ്ങനെയെങ്കിലൊക്കെ എൻ്റെ മമ്മീനെ ഡാഡിനെ ഒന്ന് ഒന്നാക്കാൻ വേണ്ടി സഹായിക്കാവോ എന്നൊക്കെ ഇഷിതയുടെ അടുത്ത് ഇത് ചോദിക്കാട്ടോ. ആദ്യം ഇഷിതക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇഷിതക്ക് ഒരു കുഞ്ഞത സ്വപ്നവും ഉണ്ട്. ആ സമയത്ത് ആദ്യമാണെങ്കിൽ ഈ ഒരു ആഗ്രഹവും പറയണം. പക്ഷെ ഒരു കാര്യം കേട്ടോ, ആദ്യത്തെ ഈ ആഗ്രഹം ആദ്യം വളർത്തിക്കൊണ്ടുവരും. അത് മാത്രമല്ല, രചനയുടെ മനസ്സും ചെറുതായിട്ട് മാറും കേട്ടോ. മഹേഷിനെ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന രീതിയിൽ രചനയെ ആവുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും രചന വീണ്ടും മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരാമെന്ന് വിചാരിക്കുമ്പോഴാണ് ആ വലിയൊരു സംഭവം നടക്കുന്നത്. വേറൊന്നല്ല, ഇഷിത പ്രഗ്നൻ്റ് ആവണത് ആ ഒരു സമയത്താട്ടോ. ഇതിൻ്റെ റീമേക്കിലെ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പം പറയുന്ന ഭാഗം. അതായത് ഇഷിത പ്രഗ്നൻ്റ് ആവണത് ആ ഒരു സമയത്താണ്. ഇഷിത പ്രഗ്നൻ്റ് ആകുമ്പോൾ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഇഷിതക്കും ഒരു കുഞ്ഞാവും മഹേഷിൻ്റെ. പിന്നെ എന്ത് പേരിലാണ് ഇഷിതനോട് മാറ്റണത്, മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണത്, അങ്ങനെ ഒരിക്കലും മാറ്റാൻ പറ്റില്ലെന്ന് മനസ്സിലാവും. ആദ്യം പിന്നെ ചെറിയൊരു ദേഷ്യമൊക്കെ ഇഷിതടുത്ത് തോന്നും കേട്ടോ. പിന്നെ ആകാശ് പൂർണ്ണമായിട്ട് രചനനെ ഉപേക്ഷിക്കുന്ന രീതിയിലാണ് ഇത് പെരുമാറാൻ പോകുന്നത്. ആകാശ് വേറെ കുറേ പെണ്ണുങ്ങളായിട്ട് വീട്ടിലൊക്കെ വരുമൊക്കെ ചെയ്യും കേട്ടോ. അത് ഒട്ടും തന്നെ രചനയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. രചനയ്ക്ക് എങ്ങനെയെങ്കിലൊക്കെ മതിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. മഹേഷ് തന്നെ മതിയായിരുന്നു. മഹേഷ് ഒരിക്കലും തന്നെ പണത്തിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നെങ്കിലോ തന്നെ വിട്ടു ഒരു പെണ്ണുങ്ങളുടെ പുറകിൽ മഹേഷ് പോവില്ലായിരുന്നു. പക്ഷേ ആകാശ് അങ്ങനെയല്ല. അവൻ തന്നെ താലി കെട്ടുമെന്നില്ല. അവൻ്റെ വെപ്പാട്ടിയായിട്ട് എന്നും താൻ ഇങ്ങനെ തന്നെ ജീവിക്കണം. എന്തൊരു ജീവിതമാണ്, മഹേഷിനോട് ജീവിക്കാൻ പറ്റിയെങ്കിൽ നല്ലതായിരുന്നു എന്ന് രചന ഇങ്ങനെ വിചാരിക്കാട്ടോ. പക്ഷെ ഒന്നും തന്നെ നടക്കാൻ പോണില്ല. ഞാൻ പറയാം, ആ സമയത്താണ് ഇഷിത പ്രഗ്നൻ്റ് ആവണതും പിന്നെ അവരുടെ പ്ലാനിങ് ഒന്നും നടക്കാൻ പോണില്ല. എന്തായാലും നല്ല അടിപൊളി ആയിട്ടുള്ള ഭാഗമാട്ടോ ഇനി അങ്ങോട്ട് വരാൻ പോണത്. ഇഷിതയുടെ കുഞ്ഞ് അത് തന്നെയാണ് വരാൻ പോണത്. മാത്രമല്ല പ്രൊമോയിൽ പറഞ്ഞും ചെയ്തല്ലോ, നമ്മൾ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ച ഇഷിതയുടെ മഹേഷിൻ്റെ നല്ല നല്ല നിമിഷങ്ങളാണ് ഇനി വരാൻ പോണത്. അപ്പോൾ അതിനർത്ഥം ഇഷിതയും മഹേഷും ഒന്നാവും തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗം ഇനി വൈകാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.